ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അയാൾ പറഞ്ഞ കള്ളങ്ങൾ നമ്മൾ പൊളിച്ചു കൊടുത്തു. ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ ആ വിവരശേഖരമൊക്കെ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ കേൾക്കുന്ന 223 വോട്ടുകളുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് രാഹുൽ പറഞ്ഞല്ലോ, അതിൻ്റെ കള്ളങ്ങളും പൊളിയുന്നു എന്നുള്ളതാണ്. സാർ ശ്രദ്ധിച്ചിരുന്നത്? അതായത് രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയുടെ ചിത്രം കാണിച്ചിട്ട് 223 തവണ ഇവർ വോട്ടർ പട്ടികയിൽ ഇവരുടെ ചിത്രമുണ്ട്. 223 ആളുകളുടെ പേര് 223, പക്ഷെ അവരുടെ പേര് വേറെ. ചിത്രം 223 ഒരു സ്ത്രീയുടെ. അപ്പോൾ ഈ സ്ത്രീ എത്ര വോട്ട് ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടതില്ല. ഇന്ത്യൻ എക്സ്പ്രസ് പോയി ഇവരെ കണ്ടുപിടിച്ചു. അവർ ഒരു വോട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ഉത്തരമായല്ലോ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പത്രപ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉറവിടങ്ങൾ ഇന്ന സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ ഇത് ഓങ്ങുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നും. എന്തൊരു വലിയ സംഭവം നടന്നിരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ഈ സോഴ്സ് നമ്മളിത് അച്ചടിക്കാൻ വേണ്ടിയൊക്കെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ക്രോസ് ചെക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫിസിക്കൽ വെരിഫിക്കേഷൻ വേണം പല കാര്യങ്ങളിലും. ഇപ്പോൾ ആട് തേക്കുമ്പോൾ അഞ്ചിയം എന്ന് പറഞ്ഞ് ഇത് ഉണ്ടായ കാലത്ത് ഞാനാണത് പോയി പൊളിച്ചത്. അപ്പോൾ നമ്മളത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ആഫീസിലിരുന്ന് തോന്നിയാസം എഴുതുകയല്ല. ഈ ആട് ഇന്നടത്ത് ഞങ്ങൾക്ക് ആട് ഫാം ഉണ്ട്, ഇന്നടത്ത് കോഴി ഫാം ഉണ്ട്, ഇന്നടത്ത് ഞങ്ങൾ തേക്ക് നട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി നേരിട്ട് പോയി കാണുകയാണ്. ഓരോ സ്ഥലത്ത് കാണുകയല്ല, കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോകുന്നു നമ്മൾ. മസനഗുഡിയിൽ ആട് ഫാം, ശരി, മസനഗുഡി പോവുകയാണ് നമ്മള്. ഓരോ സ്ഥലത്തും പോയി അന്വേഷിച്ച ആളുകളോട് ചോദിച്ചിട്ട് ഇതില്ല എന്ന് ബോധ്യപ്പെടുന്നു. നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. ഇവർ പറയുന്ന സ്ഥലത്ത് ഇതാണെന്ന്. ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഈ കോൺഗ്രസ് പാർട്ടി കയ്യിലുള്ള ഈ മനുഷ്യന് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഫോണിനെടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ വീട്ടിലൊന്നും പോയിട്ട് കാരണം എന്താണെന്നറിയോ, ഈ സ്ത്രീ 223 വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന അവിടെ ലോക്സഭയിലേക്ക് ജയിച്ചിരിക്കുന്നതും നിയമസഭയിലേക്ക് ജയിച്ചിരിക്കുന്നതും കോൺഗ്രസ്സാണ്. BJP 223 വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ടല്ലേ ഇയാൾ ഈ കള്ളക്കഥ ഉണ്ടാക്കുന്നത്. അവിടെ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. മാത്രമല്ല, ലോക്സഭയിലേക്ക് ജയിച്ച ആളുടെ ഭാര്യയാണ് അവിടെ MLA. അതിൽ വൃത്തികേടൊന്നുമില്ല. ഈ ഭാര്യയും ഭർത്താവും MP-യും MLA ആയിരിക്കുന്നതിൻ്റെ അകത്ത്. അപ്പോൾ ഈ സ്ത്രീ 223 തവണ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് കുറച്ചുകൂടി കൂടുതലാണ്. 255 സ്ഥലത്ത് ഇവരുടെ ചിത്രമുണ്ട്. അതാണ് ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ 255 ഈ 2 ബൂത്തിലാണ്. 2 ബൂത്തുകളിൽ ഒരേ ഗ്രാമത്തിലെ എല്ലാവരും അറിയുന്നതല്ലേ. നോർത്ത് ഇന്ത്യ നമ്മളിത് എഴുതുമ്പോഴൊക്കെ ആളുകൾക്ക് ഇവിടെ മനസ്സിലാവില്ല. കാരണം ഇവിടെ ഗ്രാമമില്ലല്ലോ. നമുക്കിവിടെ പട്ടണവും നഗരം മാത്രമല്ലേ ഉള്ളൂ. വില്ലേജ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ പോലെ ഇല്ല. അതാണ് ഈ നോർത്ത് ഇന്ത്യയിൽ ഈ ബൈക്ക് ഒന്നും BLOമാരുണ്ടല്ലോ, സർക്കാർ ജീവനക്കാരില്ലേ, ബൈക്കൊക്കെ ഓടിച്ച് വീട് വരെയൊക്കെ പോവാവുന്ന വഴിയൊന്നും കാണില്ല അവിടെ. അപ്പൊ അവിടെ പോകുന്നു, ഒരു നമ്പർ കിട്ടുന്നു, ഈ നമ്പർ എല്ലാവരുടെയും പേര് എഴുതി വെക്കുന്നു. ഇതാണ്. അപ്പോൾ 2 ബൂത്തില്. അപ്പോൾ അംബാല ജില്ല, അംബാലയിൽ വലിയ എയർഫോഴ്സ് സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, ഹരിയാന. അംബാല ജില്ലയിലെ ദക്കോലയിലെ വീട്ടില് 75 വയസ്സുള്ള ചരൺജീത് കൗർ, അതാണ് ഈ സ്ത്രീ. 223 എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ സ്ത്രീ, 75 വയസ്സുള്ള ചരൺജീത് കൗർ. അവരെ കണ്ടു. അവരുടെ ചിത്രം നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഒരു തവണയെ അവർ വോട്ട് ചെയ്തിട്ടുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ എന്നവർ പറഞ്ഞു. അപ്പോൾ ഈ പത്രസമ്മേളനത്തിന് ശേഷം, രാഹുലിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം ഈ ഗ്രാമത്തിന് അത്യാവശ്യം കുപ്രസിദ്ധി വന്നിട്ടുണ്ട്. ഇവരുടെ ചിത്രം പറഞ്ഞ പോലെ 255 വോട്ടർമാരുടെ പേരിൻ്റെ അവിടെ അച്ചടിച്ചിരിക്കുന്ന ഇവരുടെ ചിത്രമാണ്. 63, 65 ബൂത്തുകളിലാണ് ഈ ദക്കോല ഗ്രാമത്തിൽ ഇത് ചെയ്തിരിക്കുന്നത്. അടുത്തടുത്ത ബൂത്തുകൾ
ആളുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതെ. അപ്പോൾ 2117 വോട്ടർമാര് ഈ 2 ബൂത്തുകളിലുമായിട്ട് രജിസ്റ്റർ ചെയ്തവരുണ്ട്, ആകെ വോട്ടർമാര്. ഈ 255 പേരിൽ പലർക്കും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതേ ഒരു ബ്രേക്കിംഗ് ന്യൂസ് അല്ല. കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ 255 പേരുടെയും നേരെ ഇവരുടെ ചിത്രമാണ്. പക്ഷേ ഈ 255 പേരുടെയും വോട്ടർ ID കാർഡില്ലേ, അതിൽ അവരവരുടെ ചിത്രമാണ്. വോട്ടർ പട്ടിക അച്ചടിച്ചിരിക്കുന്ന കടലാസിൽ ഈ ചരൺജിത്ത് കൗറിന്റെ ചിത്രമാണെങ്കിലും വോട്ടർ ID കാർഡിൽ അവരവരുടെ ചിത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏജന്റുമാർക്കൊക്കെ ഒരു പാർട്ടിയുടെ അല്ലേ, ഒക്കെ നേരിട്ട് അറിയാം. ഇവര് പോകുമ്പോഴുണ്ടല്ലോ ഈ ചരൺജിത്ത് കൗറിന്റെ ചിത്രം വെച്ചിട്ട് ഉള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ പോകുമ്പോൾ ആ ബൂത്തിലേക്കുള്ള ആളുകൾ ചിരിക്കാൻ തുടങ്ങുന്നത്. കാരണം അവർക്ക് കുറെ കാലമായിട്ട് അറിയാം ഈ പടം വെച്ച് വരുന്നതാണെന്നുള്ളത്. ആ ശരി എന്ന് പറഞ്ഞപ്പോൾ വോട്ട് ചെയ്യാനും വിടും. ഇത് ശീലമായില്ലേ. അവിടെ സർപഞ്ച് ഇലക്ഷൻ നടക്കുന്നുണ്ട് സിനിജി. ഈ MLA MP പഞ്ചായത്ത് മാത്രമൊന്നുമില്ല, ഈ സർപഞ്ചിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 17 പേരെ ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു. ഈ 255 മതിയല്ലോ, സാമ്പിളായില്ലേ. എല്ലാവരെയും കണ്ട് കാണേണ്ട കാര്യമില്ലല്ലോ, സാമ്പിള് എല്ലാവരും ഒരേ കഥയല്ലേ പറയുക. 17 പേരെ ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു. അപ്പൊ അധികൃതരോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവരും പറഞ്ഞു. 10 കൊല്ലമായിട്ട് ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു. ഇവരൊക്കെ വോട്ടും ചെയ്തു. ലക്മീർ സിംഗ് ഇതിൽപ്പെട്ട കർഷകൻ പറഞ്ഞു, വോട്ടർ ID കാർഡുകളിലൊക്കെ ശരിയായ ചിത്രമാണ് ഉള്ളത്. എൻ്റേതിന് പകരം ഈ ലക്മീർ സിംഗ് എന്ന് പറയുന്ന ആൾ പുരുഷനാണല്ലോ, കർഷകന്റെ ചിത്രത്തിന് പകരം ഈ സ്ത്രീയുടെ ചരൺജിത്ത് കൗറിന്റെ ചിത്രമാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടില് 10 കുടുംബാംഗങ്ങൾക്കും ഈ ചരൺജിത്ത് കൗറിന്റെ ചിത്രം, ഈ സ്ത്രീയുടെ ചിത്രമാണ് ഉള്ളത്. ആണും പെണ്ണുമായിട്ടുള്ള 10 പേർക്കും ഈ ചിത്രമാണ് ഉള്ളത്. ഈ കർഷകൻ ഈ ലക്മീർ സിംഗ് പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസിനോട്, ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ID കാർഡ് കാണിക്കാറുണ്ട്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കാണിക്കും. യഥാർത്ഥ വോട്ടർ ഞാനാണെന്ന് അവർക്ക് മനസ്സിലാവും. അതോടുകൂടി പ്രശ്നം തീരും. ഈ ലക്മീറിന്റെ സഹോദരൻ ലക്മീന്ദർ, സുഖ്വീന്ദർ, രഞ്ജിത്ത്, കരംജിത്ത് കൗർ, സ്വരൺ കൗർ, ഗുർവീന്ദർ കൗർ, സുർജിത് കൗർ, കമൽജിത്ത് സിംഗ്, പരംജിത്ത്, തസ്ജീത്ത്, ഇവർക്കെല്ലാവർക്കും ഈ ചരൺജിത്ത് കൗറിൻ്റെ ഈ 75 വയസ്സുള്ള വൃദ്ധയുടെ ചിത്രമാണ്. അതാണ് ഈ 10 പേര് ഒരു കുടുംബത്തിലെ എന്ന് പറഞ്ഞത്. ഇവർക്കൊക്കെ ഈ സ്ത്രീയുടെ ചിത്രമാണ് വെച്ചിരിക്കുന്നത്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 11 പേരിൽ, ഈ കുടുംബത്തിലെ 11 പേരിൽ 7 പേരും വോട്ട് ചെയ്തു, 4 പേര് വോട്ട് ചെയ്തിട്ടില്ല. തേജീന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഈ സ്ത്രീയുടെ തന്നെ പടം ഉള്ള വോട്ടർ പട്ടികയിലുള്ള ആള് പറഞ്ഞു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 3 പേർക്കും ഈ സ്ത്രീയുടെ ചിത്രമാണ്. ആ 4 പേര് 2022 സർപഞ്ച് തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ 2022. അതില് ഈ പോളിംഗ് സ്റ്റാഫ്, പോളിംഗ് ഉദ്യോഗസ്ഥര്, അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാര്, ഈ 4 പേര് വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവർ ഒബ്ജക്റ്റ് ചെയ്തു. ഈ സ്ത്രീയുടെ പടമാണുള്ള, നിങ്ങൾ എന്തിനാ വോട്ട് ചെയ്യുന്നത്? അപ്പോൾ ഈ 4 പേരിൽ 3 പേര് അവരുടെ വോട്ടർ ID കാർഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവർ വോട്ട് ചെയ്തു. യഥാർത്ഥ കാർഡുകളിലുണ്ട്. ജ്യോതി റാം എന്ന് പറഞ്ഞൊരാള്, ഈ സ്ത്രീയുടെ പടമുള്ളത്, 74 വയസ്സ്. ജ്യോതി റാം എന്ന് പറഞ്ഞ സ്ത്രീ, അവരുടെ മരുമകൾ രമാദേവി. ഈ ജ്യോതി റാം പഴവണ്ടി പഴക്കച്ചവടം ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഈ സ്ത്രീയുടെ പടം വെച്ചിരിക്കുന്നു, 75 വയസ്സുള്ള. അപ്പോൾ അവർ പറഞ്ഞു, ഏജന്റുമാർക്ക് അറിയാം ഞങ്ങളെ, രാഷ്ട്രീയ കക്ഷികളുടെ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. 250 വോട്ടർമാർക്ക് ഒരേ ചിത്രം കണ്ടാൽ, അതായത്
ഈ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ആ. അവർ വോട്ടർ പട്ടിക നോക്കുമ്പോൾ അവർക്കും കാണാമല്ലോ അതെ. 250 പേർക്ക് ഒരേ സ്ത്രീയുടെ പടാണെന്നുള്ളത്. അതെ. അത് അവരുടെ കുറ്റാണല്ലോ. അപ്പൊ അവർക്കും ഞങ്ങളോട് ഒന്നും പറയാൻ പറ്റില്ല, അവരുടെ കുഴപ്പമാണ്. 250 സ്ഥലത്ത് ഒരേ പടം. ചരൺജിത്ത് കൗർ പറഞ്ഞു, ഈ സ്ത്രീ 75 വയസ്സുള്ള, അവർ പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്റ്റാഫ്, പോലീസ്, ഏജന്റുമാരൊക്കെ ചിരിക്കാറുണ്ട്. ദേ മറ്റേ 255 വോട്ടുള്ള സ്ത്രീ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് ചരൺജിത്ത് കൗറിനെ കാണുമ്പോൾ ചിരിക്കാറുണ്ടെന്ന് അവരും പറഞ്ഞു. അവരുടെ മരുമകൾ ഗുർമീത് കൗർ 2022 സർപഞ്ച് തെരഞ്ഞെടുപ്പില് മത്സരിച്ച് തോറ്റുപോയി. ഇവരുടെ സർപഞ്ച് സോണിയയുടെ ഭർത്താവ് പറഞ്ഞു, ഇത് വെറുതെ അച്ചടിപ്പശകാണ്, ഞങ്ങൾക്ക് ഇതുകൊണ്ട് കുഴപ്പമൊന്നും വരാറില്ല എന്ന് സർപഞ്ചിന്റെ ഭർത്താവും പറഞ്ഞു. എന്നിട്ട് അവര് ചോദിച്ചു, വ്യാജ വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ട്, ഇങ്ങനെ കൊള്ള വോട്ട്, വോട്ട് ചോരി ആണെങ്കിൽ 2024 ഒക്ടോബറിൽ നടന്ന തെരഞ്ഞെടുപ്പില്, നിയമസഭാ തെരഞ്ഞെടുപ്പില്, ഈ മല്ലാന നിയമസഭാ മണ്ഡലത്തില് ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ, ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ 255 വോട്ട് ഒരു സ്ത്രീക്കുള്ള ഈ ഗ്രാമത്തിൽ എങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 150 വോട്ടിന്റെ ലീഡ് കിട്ടി? കനപ്പെട്ട ചോദ്യമല്ലേ? അതെ. രാഹുൽ ഗാന്ധി പറയുന്നത് BJP കള്ളവോട്ട് ചേർത്ത ഒരു 255 വോട്ട് ചെയ്ത സ്ത്രീ ഉണ്ട് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ദക്കോലയില് കോൺഗ്രസ് 150 വോട്ടിന് ലീഡ് ചെയ്തു. അതെങ്ങനെ സംഭവിക്കും? തീർന്നില്ലേ കഥ? അതെ. അപ്പോൾ ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വരുൺ ചൗധരിയാണ് ജയിച്ചത്. ഇവിടെ നിന്ന് ഈ ഗ്രാമമുള്ള ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാളുടെ ഭാര്യ പൂജ ചൗധരിയാണ് ജയിച്ചത്. ഭാര്യയും ഭർത്താവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിരിക്കുന്നത് ഈ ഗ്രാമം ഉള്ള സ്ഥലത്ത്. 2022 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ വോട്ടർമാർ 255 പടമുള്ള ഒരേ പടം, ഈ സ്ത്രീയുടെ പടമുള്ള ഒരു ധർണ നടത്തിയിരുന്നു ബ്ലോക്ക് ഓഫീസിന്റെ മുമ്പിലും പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലും ഒക്കെ. പ്രയോജനം ഉണ്ടായില്ല. ഇന്ത്യൻ എക്സ്പ്രസ് BLOയെ കണ്ടു. BLOയിലെ ആളുകളൊക്കെ ചേർക്കുന്നേ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമല്ലോ, ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ ഇവര്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുക്കുകയല്ലേ. ഇത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ തലയ്ക്ക് രാഹുൽ ഗാന്ധി വെക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടതാണ് ഇത് ഓരോ സംസ്ഥാനത്തെ. കേരളത്തിലാണെങ്കിൽ മറ്റേ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും, അവര് CPM-ന് വേണ്ടി ചെയ്താണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ലല്ലോ. അപ്പൊ BLO ഇപ്പോ അവിടെ വന്നിരിക്കുന്ന അരവിന്ദ് എന്ന് പറഞ്ഞ ആള്, അരവിന്ദ് അഗർവാൾ ആണിപ്പോ BLO. അങ്ങേര് പറഞ്ഞു, ഞാൻ വന്നിട്ട് 1 മാസേ ആയുള്ളൂ. ഇത് മുമ്പത്തെ BLOമാരുടെ കാലത്ത് നടന്നിരിക്കുന്നതാണ്. 2005, 2009 കറക്റ്റ് ആയിരുന്നു എല്ലാവരുടെയും ചിത്രം. ഇനി ഞാൻ ഓരോ വീട്ടിലും പോയി ഇത് ശരിയാക്കാം എന്ന് BLO പറഞ്ഞു. ഇതാണ് 223 വോട്ട് ചെയ്ത സ്ത്രീയുടെ കഥ. രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി പൊളിഞ്ഞിരിക്കുന്നു, അപഹാസ്യനായിരിക്കുന്നു. എത്ര തവണ പൊളിയണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. വേണമെങ്കിൽ പ്രിയങ്കയ്ക്കും പങ്കുചേരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.